വാട്സ്ആപ്പ് യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, ഞാൻ ഈ അടുത്ത് എൻ്റെ എല്ലാ റൈഡിങ് ഗിയേഴ്സും ഒന്ന് റിവാമ്പ് ചെയ്തു, പുതിയതിലേക്കാക്കി. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരൊറ്റ ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. അതായത് ഏതാണ് ഗിയർ, എന്തുകൊണ്ടാണ് ഈ ഗിയർ വാങ്ങിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. പിന്നെ ഓഫ്കോഴ്സ് പ്രൈസും ചോദിക്കുന്നുണ്ട്. അപ്പം യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട്, അതായത് ഈ GSൻ്റെ വീഡിയോ നിങ്ങൾ കാണുമ്പം 310 GSൻ്റെ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കും ഏതാണ് പുതിയ ഗിയർ വാങ്ങിച്ചതെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് എന്തുകൊണ്ട് ഞാൻ ഈ റൈഡിങ് ഗിയർ വാങ്ങിച്ചു എന്നുള്ളതാണ് കൂടുതലും ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അധികമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് വലിയ ഇൻഡെപ്ത് റിവ്യൂ ഒന്നും എനിക്ക് തരാൻ പറ്റില്ല. കുറച്ച് കാലമായിട്ട് സിറ്റിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ലോങ് ടൂറിന് യൂസ് ചെയ്തു. അത്രയാണ് ഞാനും ഈ ഗിയറുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ബന്ധം. ഓൾമോസ്റ്റ് ഒരു മാസത്തിന് മേലെ ഒരു 12,000 കിലോമീറ്റർ ഓടിച്ചു. അപ്പം കാര്യത്തിലേക്ക് വരാണെങ്കിൽ യെസ്, ഞാൻ എൻ്റെ പഴയ ജാക്കറ്റൊക്കെ മാറ്റി ഞാൻ എല്ലാ ആൽപൈൻ സ്റ്റാർസിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് ആൽപൈൻ സ്റ്റാർസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ആൽപൈൻ സ്റ്റാർസ് വാങ്ങണമെന്ന്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, AGVൻ്റെ ഹെൽമെറ്റ് ഇടാറുണ്ട്, ആൽപൈൻ സ്റ്റാർസിൻ്റെ ബൂട്ട് ഇടാറുണ്ട്, ഇതിനിടയിൽ എന്തിനാണ് സ്പാർട്ടിൻ്റെ ഗിയർ ഇടുന്നതെന്ന് ചോദിച്ചിട്ട്. അത് അത്യാവശ്യം പ്രൊട്ടക്ഷനൊക്കെ എനിക്ക് തരുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഈയിടെയായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടികൾ, അതായത് അത്യാവശ്യം 1000cc വണ്ടികളൊക്കെ ഹൈ സ്പീഡ് പോകുന്നൊരു സമയത്ത് സ്പാർട്ടിൻ്റെ ജാക്കറ്റ് അത്രത്തോളം കംഫർട്ടബിൾ അല്ല. അതായത് വിൻഡ് പിടിക്കുന്നുണ്ടായിരുന്നു, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ആ ഒരു ജാക്കറ്റിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നതും അത്രത്തോളം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ജാക്കറ്റ് മാറ്റാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നത്. പിന്നെ ഓൾറെഡി ഒരു ജാക്കറ്റിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് 3 കൊല്ലമാണ്. ആ റൈഡിങ് ഗിയർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ നോക്കിയാൽ, അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം, അവരതിൻ്റെ ഗിയറിനൊക്കെ ഒരു കാലാവധി പറയും. അതിൻ്റെ മുകളിൽ നമ്മൾ യൂസ് ചെയ്യരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 3 കൊല്ലം കഴിയുമ്പോൾ ഇതൊക്കെ കേടായി പോകുന്നല്ല പറയുന്നത്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഇലാസ്റ്റിസിറ്റിയും കാര്യങ്ങളൊക്കെ ആ പറയുന്ന ഒരു കാലയളവിനകത്ത് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പരിധി വരെ ഷെൽഫ് ലൈഫ് പോലും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അതായത് മാനുഫാക്ചർ ചെയ്ത് അപ്പം തന്നെയുള്ള ഗിയറുകൾ വാങ്ങിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 3 കൊല്ലം കഴിഞ്ഞ് ഞാനത് മാറ്റാനുള്ള പ്ലാനിലാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ആ ജാക്കറ്റ് ആരെങ്കിലും കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം ഒന്നാമത് ആ ജാക്കറ്റിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഞാൻ അത്രത്തോളം അത് അബ്യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ കഴുകും, ഉണക്കാനിടും, വീണ്ടും യൂസ് ചെയ്യും. അപ്പം ആ ജാക്കറ്റിൻ്റെ കാലാവധി ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു. പാൻറ്റ് കുറച്ചുകൂടി പുതിയതാണ്, അതുകൊണ്ട് പാൻറ്റ് ഞാൻ അറിയുന്ന ഒരാൾക്ക് തന്നെ കൊടുക്കുകയാണ് ഇവിടെ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം പുതിയ ഗിയറിലേക്ക് മാറിയത്. അപ്പോൾ ഓഫ്കോഴ്സ് എൻ്റെ AGV ഹെൽമെറ്റ് ഉണ്ട്, പിന്നെ ആൽപൈൻ സ്റ്റാർസിൻ്റെ ബൂട്ടും ഉണ്ട്. ആൽപൈൻ സ്റ്റാർസിൻ്റെ ബൂട്ടിലേക്ക് ഞാൻ ചാടാൻ കാരണം, ഞാൻ മുൻപുള്ള ഒരു ഗിയറിൻ്റെ റിവ്യൂ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പല ബൂട്ടുകളിൽ ട്രൈ ചെയ്തു. അപ്പോഴൊക്കെ ബൂട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരെൻ്റെ അടുത്ത് പറഞ്ഞത് 8,000 to 12,000 റേഞ്ചിൽ ബൂട്ട് വാങ്ങിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ വാങ്ങിച്ചിട്ട് ചിലരൊക്കെ അത് കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ബൂട്ടിൽ നല്ലൊരു ബൂട്ട് നമ്മൾ സെറ്റിൽ ചെയ്യാതെ ഒരിക്കലും നമ്മൾ ബൂട്ട് വാങ്ങരുത്. അത് അവസാനം നമുക്ക് തന്നെ പണിയാവും. ആൽപൈൻ സ്റ്റാർസിൻ്റെ ബൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കംഫർട്ടബിളാണ്. പിന്നെ ആദ്യമേ ഞാൻ പറയാം, ഇത് ആൽപൈൻ സ്റ്റാർസിൻ്റെ പരസ്യം അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. ഈ ഒരു ബ്രാൻഡിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് എനിക്ക് തരുന്ന കംഫർട്ട് വേറെ ലെവലാണ് ബാക്കി ബ്രാൻഡുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. ഡൈനീസിൻ്റെ ഓഫ്കോഴ്സ് ഞാൻ എന്തുകൊണ്ടാണ് ഡൈനീസ് വാങ്ങാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ബാക്കി ബ്രാൻഡുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആൽപൈൻ സ്റ്റാർസിൻ്റെ കംഫർട്ട് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇതൊരു സ്പോൺസർഡ് വീഡിയോ ഒന്നും അല്ല, കാരണം ആൽപൈൻ സ്റ്റാർസിനെ എന്നെ സ്പോൺസർ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല ഈ ഒരു കാര്യത്തിൽ. ഇതെല്ലാം തന്നെ നമ്മുടെ കാശ് കൊണ്ട് തന്നെ വാങ്ങിച്ച സംഭവങ്ങളാണ്. അപ്പം ജാക്കറ്റ് ഞാൻ ഏതാ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ GPR എന്ന് പറയുന്ന ഒരു ജാക്കറ്റാണ് വാങ്ങിച്ചത്. അപ്പം ഇതായിരുന്നില്ല ആക്ച്വലി ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചൊരു ജാക്കറ്റ്, വേറൊരു ജാക്കറ്റായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശരത്, പുള്ളിയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു ജാക്കറ്റ് ഉണ്ടെന്നോ, ഇതൊന്ന് ട്രൈ എന്ന് പറഞ്ഞത്. ഇതാണെങ്കിൽ ഫുള്ളി ബ്ലാക്ക് ആണ്. എനിക്ക് ഒരുപാട് ലൈൻസോ കാര്യങ്ങളൊന്നും വേണമെന്നുണ്ടായിരുന്നില്ല, ഫുള്ളി ബ്ലാക്ക് വേണമെന്നുണ്ടായിരുന്നു. ഇവിടെ ഇതിനകത്ത് ഉള്ള ആൽപൈൻ സ്റ്റാർസിൻ്റെ എഴുത്ത് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, എഴുത്ത് പോലും ബ്ലാക്കിലാണ് എഴുതിയിരിക്കുന്നത്. ബ്ലാക്ക് ജാക്കറ്റിൽ ബ്ലാക്ക് എഴുത്താണുള്ളത്. അപ്പം ബ്ലാക്ക് തന്നെ ആ തീം എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇതെടുത്തത്. ഇതെടുക്കാനുള്ള വൺ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്റിലേറ്റഡ് ജാക്കറ്റാണ്, അതായത് ബ്രീത്തബിൾ ആയിരിക്കണം. ഞാൻ കൂടുതലും റൈഡ് ചെയ്യുന്നത് സമ്മറിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ക്ലൈമറ്റിന് എപ്പോഴും വെന്റിലേറ്റഡ് ജാക്കറ്റിനെ നല്ലത്. തണുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇന്നർ ലൈനേഴ്സ് യൂസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു ജാക്കറ്റ് ഞാൻ സെറ്റിൽ ചെയ്തത്. പിന്നെ ഞാൻ ഡൈനീസ് എന്താ വാങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഡൈനീസിയും കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വാങ്ങാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒട്ടും സ്റ്റോക്കില്ല. ഡൈനീസിൻ്റെ ഒരൊറ്റ ജാക്കറ്റ് മാത്രമേ ഞാൻ ഇട്ട് നോക്കിയുള്ളൂ, ഒരു എൻട്രി ലെവൽ. അത് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. ലുക്ക് വൈസ് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഫിറ്റ്മെൻറ്റ് വൈസും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ആൽപൈൻ സ്റ്റാർസിലേക്ക് വരുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നി. പിന്നെ ആൽപൈൻ ഓൾവേസ് എനിക്കൊരു ഡ്രീമായിരുന്നു, അതായത് ഫുൾ ആൽപൈൻ ആക്കണം എന്നുള്ളതും. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ആൽപൈനിലേക്ക് വന്നത്. പല റേറ്റാണ് പല ജാക്കറ്റിന്, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചോദിക്കാം എന്തിനാണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ജാക്കറ്റ് വാങ്ങിയതെന്ന്. ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞു ഡ്രീമാണ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, നമുക്കിപ്പോൾ ഒരു ഷർട്ട് വാങ്ങണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്ലോത്തിങ് വാങ്ങണം. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഒരു മീഡിയം ബ്രാൻഡ് പിടിക്കാം, അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക റെയ്മണ്ട് പോലത്തെ ഒരു ബ്രാൻഡ് പിടിക്കാം. അപ്പോൾ അതേപോലത്തെ ഒരു ഡിഫറൻസ്, അതായത് ഫിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവന്മാരുണ്ടാക്കുന്നത് വേറെ ലെവലായിട്ടാണ്.
അതായത് ഞാൻ എൻ്റെ സ്പാർട്ടൻ ജാക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല, എന്നാലും പറയാം സ്പാർട്ടൻ ജാക്കറ്റിന് ഇതിലേക്ക് വരുമ്പം അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക, ഞാനൊരു 75% ജാക്കറ്റിൻ്റെ വെയിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. സ്പാർട്ടൻ ജാക്കറ്റ് ഇപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹെവി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ആൽപിനെസ്റ്റാർസിൻ്റെ ജാക്കറ്റ് ഒന്നുമല്ല, ഭയങ്കര ലൈറ്റാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന പാഡിങ്ങും കാര്യങ്ങളൊക്കെ വേറെ ഒരു രീതിയിലുള്ളൊരു ടെക്നോളജിയാണ്. നോർമൽ ഹെവി പാഡിങ് അല്ല, പക്ഷേ ഇമ്പാക്റ്റ് എടുക്കുന്ന രീതിയിലുമാണ്. പക്ഷേ വേറൊരു സംഭവം, അതായത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാ പാഡിങ്ങിനും ലെവലുണ്ട്. 2 രീതിയിലുള്ള പാഡിങ് കിട്ടും, ലെവൽ 1 പാഡിങ്, ലെവൽ 2 പാഡിങ്ങും. അപ്പോൾ ഇതിന് മുകളിൽ വരുന്നത് ലെവൽ 1 പാഡിങ് ആണ്. അത് മാത്രമല്ല, ഇതിന് ബാക്ക് പ്രൊട്ടക്ടറും വരുന്നില്ല, ചെസ്റ്റ് പ്രൊട്ടക്ടറും വരുന്നില്ല. അപ്പോൾ ചെസ്റ്റ് പ്രൊട്ടക്ടർ എനിക്ക് വേണ്ട. അപ്പോൾ ഇത്രയും വലിയൊരു ബ്രാൻഡാണ്. ഇപ്പോൾ ഡൈനീസിയയിൽ ആൽപിനെസ്റ്റാർസ് ആയാലും നമുക്ക് ബാക്ക് പ്രൊട്ടക്ടർ വരില്ല. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് D3 ഒക്കെയാണ് വേണ്ടത്. അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തതും. അപ്പോൾ അതിലൊരു ചെറിയ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ ഇതൊന്നും മാറാത്തതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്മെൻ്റ് ആണ്. അതായത് ഇത് നമ്മളെ ബോഡിയിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന പോലെ വേറെ ഒരു സംഭവം സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പല ബ്രാൻഡ്സും ട്രൈ ചെയ്തു. ഞാനിപ്പം ഇന്ത്യൻ ബ്രാൻഡ്സിനെ മാത്രമായിട്ട് അങ്ങനെയല്ല പറയുന്നത്, പല ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും ഞാൻ ട്രൈ ചെയ്തു. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സ്റ്റിച്ച് ക്വാളിറ്റി ആയാലും അതിൻ്റെ ഫിറ്റ്മെൻറ്റ് ക്വാളിറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ഭയങ്കര സ്കിന്നി ആയിട്ട് നിൽക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഫോട്ടോയിലൊക്കെ കണ്ടിട്ട് നല്ല ജാക്കറ്റ് ആയിരിക്കും ആൽപിനെസ്റ്റാർസ് ഇട്ടാലെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ജാക്കറ്റ് ഇട്ട് നോക്കുമ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ഡിഫറൻസ് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മളെ ബോഡി എങ്ങനെയാണോ അതുപോലെ ഇരിക്കുള്ളൂ. ഇപ്പോൾ കുറച്ച് വയറൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നേരെ ഇതിനകത്ത് റിഫ്ലക്റ്റ് ആവും. കാരണം ഇത് സ്കിന്നി ആയിട്ട് ഇരിക്കുന്ന ഏറ്റവും പ്രൊട്ടക്ഷൻ കൂടിയ ജാക്കറ്റുകളാണ്. അപ്പോൾ നമ്മുടെ ബോഡി എങ്ങനെ ഇരിക്കുന്നോ അത് തന്നെയാണ് പുറത്തേക്കും കാണാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് ജാക്കറ്റ്. പാൻറ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഒരു പാൻറ്റാണ് ഞാൻ വാങ്ങിച്ചത്. കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാൻറ് ആയിരിക്കണം എന്ന് മാത്രമേ എൻ്റെ ഒരു യൂസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സ്കിന്നിയാണ്, വെന്റിലേറ്റഡ് ആയിരിക്കണം. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പ്രീവിയസ് പാർട്ടിൽ തന്നെ പാൻറ് ആയിരുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് വെന്റിലേറ്റഡ് ആയിരുന്നില്ല. അപ്പം അറിയാലോ, ഉള്ളിൽ ഭയങ്കര ചൂടും പോകിയൊക്കെയാണ്. അപ്പം ഇപ്പോൾ അത്യാവശ്യം കാറ്റൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ മാറ്റിയൊരു സംഭവമാണ് ഗ്ലവ്സ് എന്ന് പറയുന്നത്. ഗ്ലവ്സ് മാത്രം ഞാൻ കളർ എനിക്ക് ശരിയായില്ല, പക്ഷേ ഇത് മാത്രമേ എനിക്കൊരു ക്ലോസ് കളർ കിട്ടിയുള്ളൂ എനിക്ക് വേണ്ടതിൻ്റെ, അതായത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. ഇത് SPX എന്ന് പറയുന്ന ഒരു ഗ്ലൗസ് ആണ്. ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്നത് ആൽപിനെസ്റ്റാർസിൻ്റെ ഷോർ എന്ന് പറയുന്ന ഗ്ലൗസ് ആണ്. അത് ഒരുപാട് ഇതുപോലെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കാലാവധിയും കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഓൾമോസ്റ്റ് 3 years ആവാണ്. പിന്നെ അതിന് പ്രൊട്ടക്ഷനും കുറച്ച് കുറവായിരുന്നു. ഇപ്പം ഗ്ലവ്സ് വാങ്ങുന്ന സമയത്ത് 2 രീതിയിലുള്ള ഗ്ലവ്സാണ് നമുക്ക് വാങ്ങാൻ പറ്റുക. ഫുൾ ഗോൺലെറ്റ് ഗ്ലൗസുകൾ വാങ്ങാം, അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സെമി ഗോൺലെറ്റ് ഗ്ലൗസുകൾ വാങ്ങാം, അതല്ലെങ്കിൽ ഞാൻ മുമ്പ് യൂസ് ചെയ്തിരുന്ന പോലത്തെ ഷോർ ഗ്ലൗസ് പോലത്തെ വാങ്ങാം. അപ്പോൾ ഞാൻ സെമിയാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേണ്ടപ്പോൾ എനിക്ക് ജാക്കറ്റിൻ്റെ ഉള്ളിലും ടക്കിങ് ചെയ്യാം, ജാക്കറ്റിൻ്റെ പുറത്തും ടക്കിങ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു യൂസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫുൾ ഗോൺലെറ്റ് ആയിരുന്നെങ്കിൽ എനിക്കത് ജാക്കറ്റിൻ്റെ പുറത്ത് മാത്രമേ ടക്കിങ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നല്ല നെക്കിൾ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഞാൻ ഈ ഒരു സംഭവത്തിലേക്ക് എത്താൻ തന്നെ കുറച്ച് കാലം സേവ് ചെയ്തതിന് ശേഷമൊക്കെയാണ് ഞാൻ ഈ ഗിയർസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. ചടപടയെന്ന് വാങ്ങാൻ പറ്റിയൊന്നുമല്ല, കാരണം അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊരു ബൈക്ക് വാങ്ങുന്നൊരു സമയത്ത് ആ ബൈക്കിൻ്റെ ഒരു 10% കോസ്റ്റ് നമ്മൾ റൈഡിങ് ഗിയറിന് ഇടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ CBR 650 ഓൺ റോഡ് വരുന്നത് ഓൾമോസ്റ്റ് 10 lakhനാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 1 lakhനുള്ള ഗിയർ തന്നെ നോക്കണമെന്നാണ്. കാരണം നമ്മൾ അങ്ങനെയാണ് നോക്കേണ്ടത്. നമ്മൾ ബൈക്ക് എത്രത്തോളം ഫാസ്റ്റായിട്ട് പോകുമോ അത്രത്തോളം നല്ല ഗിയറുകൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഇടുക. പിന്നെ ആൽപിനെസ്റ്റാർസും ഡൈനീസിയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, സേവ് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കുക. നോക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സൈസ് ചാർട്ട് വെബ്സൈറ്റിൽ കിട്ടുന്നത് നോക്കിയിട്ട് വാങ്ങരുത്. ഡെഫിനറ്റായിട്ട് പോയി ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഏഷ്യൻ സൈസും യൂറോപ്യൻ സൈസും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഫിറ്റ്മെൻറ്റ് പോലും ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് മാത്രം വാങ്ങുക. ഓൺലൈനൊക്കെ വാങ്ങാതിരിക്കുക. വാങ്ങാം, പക്ഷേ ട്രൈ ചെയ്ത് നോക്കി സൈസ് കറക്റ്റാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം വാങ്ങുക. ഒരുപാട് കാശ് നമ്മൾ ചിലവാക്കി വാങ്ങിയതിന് ശേഷം സൈസ് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് യൂസ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാവും. കാരണം ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഓൾമോസ്റ്റ് സ്കിൻ ഫിറ്റ് പോലെയാണ് സംഭവങ്ങൾ വരുന്നത്. നമ്മൾ ആ സ്കിന്നിൻ്റെ മുകളിൽ തന്നെ ഇരുന്നില്ല, ഭയങ്കര ലൂസായിട്ടാണ്, അതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷയിലും ടൈറ്റ് ആണെങ്കിലൊക്കെ നമുക്ക് ആ ജാക്കറ്റേ ഉപയോഗിക്കാൻ പറ്റാത്ത ലെവലാവും. ഡെഫിനറ്റായിട്ടും ആൽപിനെസ്റ്റാർസ് ഡൈനീസി വാങ്ങുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് മാത്രം വാങ്ങിയിടുക. പിന്നെ ബൂട്ട് ചെയ്യാൻ മാറ്റാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ബൂട്ടിന് കുറച്ചുകൂടെ ലൈഫ് ഉണ്ട്. ഇത് മാത്രമേ ഞാനൊരു ബൂട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരും പറയുന്നത് ഇത് തന്നെയാണ്. അഥവാ ഇനിയിപ്പം ഒന്ന് മാറ്റേണ്ടി വന്നാലും ഇതിൻ്റെ തന്നെ അപ്ഡേറ്റഡ് വേർഷൻസ് പോയി വാങ്ങുന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ബൂട്ടിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രയും കംഫർട്ടാണ്. അപ്പോൾ അത്രയ്ക്കാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ആൽപിനെസ്റ്റാർസ് സ്പോൺസേഡ് വീഡിയോ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് ബൈക്കിൻ്റെ കാര്യത്തിലും ഗിയറിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഡ്രീം ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു നല്ല ഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ഷർട്ട് ഇന്ന ബ്രാൻഡിൻ്റെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഗിയറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് എനിക്ക് ഇതുപോലെ ഐ ഹാവ് ടു ഫിൽ ദ ഗ്യാപ്പ് എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ അത് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ ഈ ഗിയറിലായിരിക്കും എൻ്റെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസിലൊക്കെ എന്നെ കാണുക. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ show some love in the form of likes and comments. See you in the next video. Until then, bye bye.